അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖല്ലേ? ഇന്ന് നമുക്കൊക്കെ ഉള്ളൊരു പരാതി ഉണ്ട്, അതിനൊക്കെയുള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ആ പരാതിക്കുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ്. നമ്മളെല്ലാവരും പല ദിക്റുകളെക്കുറിച്ച്, ദുആകളെക്കുറിച്ച്, ഇസ്മുകളെക്കുറിച്ച്, സൂറത്തുകളെക്കുറിച്ച് അല്ലെങ്കിൽ ആയത്തുകളെക്കുറിച്ചൊക്കെ നമ്മൾ പരിചയപ്പെടാറുണ്ട്, കേൾക്കാറുണ്ട്, അറിയാറുണ്ട് അല്ലേ? പല കാര്യങ്ങൾക്കുമുള്ള ദുആകൾ, ദിക്റുകൾ, സ്വലാത്തുകളൊക്കെ ആഗ്രഹം നടക്കാനും കടം വീടാനും ലോണ് പോലത്തെ മാരകമായിട്ടുള്ള പടച്ചോൻ പോലും വെറുക്കുന്ന പലിശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി പല ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകളൊക്കെ നമ്മൾ ചൊല്ലാറുണ്ട് അല്ലേ? പലരും പറയുന്ന ഒരു പരാതിയാണ്, ഞാൻ കുറേ ദിക്റ് ചൊല്ലി, കുറേ സ്വലാത്ത് ചൊല്ലി, അല്ലെങ്കിൽ ഞാൻ ആരിയത്ത് സ്വലാത്ത് ചൊല്ലി, ഫാത്തിഹ സ്വലാത്ത് ചൊല്ലി, അല്ലെങ്കിൽ പടച്ചോൻ്റെ പല ഇസ്മുകളും ചൊല്ലി, ഇന്ന സൂറത്ത് ചൊല്ലി, ആ സൂറത്ത് ചൊല്ലി, എൻ്റെ ആഗ്രഹം നടന്നില്ല. പടച്ചോനക്ക് എന്താണ് ഇങ്ങോട്ട് വെറുപ്പാണോ? പടച്ചോൻ എന്നെ കാണായിട്ടാണോ? പടച്ചോന് എന്താണ് എനിക്കൊരു പരിഹാരം തരാത്തത്? പടച്ചോൻ എന്താണ് എൻ്റെ ദുആ കേൾക്കാത്തത്? ഇങ്ങനെ പല രീതിയിൽ എന്താണെങ്കിലും പൂർണ്ണമായിട്ടും പടച്ചോനിക്കെതിരെ അല്ലെങ്കിൽ മാനസികപരമായിട്ട് ഡൗൺ ആയിട്ടുള്ള പടച്ചോനിക്കെതിരെയുള്ള പല ഡൗട്ടുകളും നമുക്ക് തോന്നാറുണ്ടല്ലേ? പടച്ചോൻ എന്താ ഞാൻ ഇത്ര ദോഷങ്ങൾ ചെയ്തുകൊണ്ടാണോ, ഇഷ്ടമില്ലാത്തതുകൊണ്ടോ, ഇതിനൊക്കെ തോന്നാറുണ്ടല്ലേ? സ്വാഭാവികമല്ലേ? ഇതിനുള്ളൊരു പരിഹാരമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്, നിങ്ങളുമായിട്ട് പറയുന്നത്. ശരിക്കും നമ്മൾ ദുആ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ആം ഐ റൈറ്റ്? പറഞ്ഞത് മനസ്സിലായില്ലേ? ശരിയല്ലേ? കാരണം പടച്ചോൻ നമ്മളോട് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ദുആ ചെയ്തോളിന്ന. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ദുആ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മളെക്കൊണ്ട് കഴിയുന്ന ദിക്റുകൾ ചൊല്ലിയിട്ടാണെങ്കിൽ അങ്ങനെ സ്വലാത്തുകൾ അല്ലെങ്കിൽ സൂറത്തുകൾ, ആയത്തുകൾ, ഇസ്മുകൾ, ഇങ്ങനെ എന്താണ് നമുക്ക് കഴിയുന്നത് അതൊക്കെ ചെയ്തിട്ട് നമ്മൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. ആ ദുആ ചെയ്യുക എന്നുള്ള ആ ഒരു കർത്തവ്യം നിർവഹിക്കലോടുകൂടെ നമ്മളെ ബാധ്യത തീർന്നു. നമ്മളോട് പടച്ചോൻ ചെയ്യാൻ പറഞ്ഞ ആ കാര്യം നമ്മളിൽ നിന്ന് കഴിഞ്ഞു. പിന്നെ ഉത്തരം തരിക എന്നുള്ളത് ആരാ ബാധ്യത? ആരതാണ്? പടച്ചവൻ്റെ ബാധ്യതയല്ലേ? അത് ഓൻ്റെ ബാധ്യതയാണ്. അതോൻ ചെയ്യും, തരും ചെയ്യും, യാതൊരു ഡൗട്ടും ഇല്ല. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചെറിയൊരു പോയിൻ്റാണ്. എന്താ അറിയോ? നമ്മൾ പടച്ചോൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളാണോ അല്ലെങ്കിൽ പടച്ചോൻ്റെ ഇഷ്ടദാസന്മാരാണോ എന്നുള്ളത് ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ കാര്യം എന്നറിയോ? ശരിക്കും പടച്ചോൻക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ദുആ ചെയ്യുമ്പോഴേ ഓരുടെ ദുആ പടച്ച റബ്ബൊന്ന് പിന്തിക്കുത്രേ. ഓൽക്ക് ഇജാബത്ത് കൊടുക്കാൻ, അതിന് ഉത്തരം കൊടുക്കാൻ പടച്ചോൻ കുറച്ച് ലേറ്റ് ആക്കുത്രേ. ആ ഒരു ചരിത്രം നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരാം. പടച്ച റബ്ബ് ഒരു അടിമ ഓനോട് ദുആ ചെയ്യുമ്പോൾ മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയത്രേ, അലാ തസ്മഉ ദഅവത അബീ കദാ വ കദാ. അല്ലയോ ജിബ്രീൽ, എൻ്റെ അടിമ ഇന്നാലിന്ന കാര്യങ്ങൾ വെച്ച് ദുആ ചെയ്യുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ ജിബ്രീൽ? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയത്രേ, ഇഖ്ളി ഹാജതഹു ഫലാ തസ്തഅജിൽ. ഓ ജിബ്രീലെ, അതുകൊണ്ട് എൻ്റെ അടിമ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും. പക്ഷേ പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കണ്ട, ഒന്ന് ലേറ്റാക്കിയിട്ട് മതി, കുറച്ച് കഴിഞ്ഞിട്ട് മതി. റബ്ബ് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയത്രേ. എന്നിട്ട് പടച്ചോന് ഈ പറഞ്ഞതിനൊരു കാരണം പറയണത് എന്താ അറിയോ? ഇങ്ങനെ ലേറ്റ് ആക്കണം എന്ന് പറഞ്ഞില്ല, ഇതിനൊരു കാരണം പറയണത് എന്താ അറിയോ? ഇന്നി ഉഹിബ്ബു അൻ അസ്മഅ സൗതഹു. എൻ്റെ അടിമ എന്നോട് ഇങ്ങനെ ചോദിക്കണത് കേൾക്കാൻ നല്ല രസമുണ്ട്, ഞാൻ കുറച്ചും കൂടി അത് കേട്ട് ആസ്വദിക്കട്ടെ, കുറച്ചും കൂടി എൻ്റെ അടിമ എന്നോട് ഇങ്ങനെ ചോദിക്കണത് ഞാൻ കേട്ട് ഒന്ന് അതിൽ അലിയട്ടെ, എൻ്റെ അടിമയുടെ ആ ഒരു ശബ്ദം കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്, ഞാൻ അതങ്ങനെ കേൾക്കട്ടെ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയത്രേ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം അങ്ങ് കുറേ സമാധാനമായില്ലേ? ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയ സമാധാനമായി. കാരണം നമ്മുടെയൊക്കെ ഒരു ഡൗട്ട്, നമ്മുടെയൊക്കെ ഒരു സംശയം, എന്താ പടച്ചോൻ ഇങ്ങനെ, എന്താ പടച്ചോൻ കേൾക്കാതെ, എന്താ പടച്ചോൻ കാണാതെ? ശരിക്കും അത് വലിയ പൊട്ടത്തരാണ്. വലിയ പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ വലിയ പൊട്ടത്തരാണ്. നമ്മൾ പോലും പറയാതെ, നമ്മൾ പോലും അറിയാതെ നമ്മളൊരു ബീജത്തുള്ളിയിലാക്കി അതിൽ നിന്ന് നമ്മളെ ഈ കാണുന്ന മനുഷ്യരൂപത്തിലാക്കി പടച്ചോന് നമ്മളെ കാണുന്നില്ല എന്നോ അല്ലെങ്കിൽ കേൾക്കണില്ല എന്നോ?
പൊട്ടത്തരം, വെറും പൊട്ടത്തരം. അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. എന്നാണെങ്കിലും ഇത് കേട്ടപ്പോൾ നമുക്ക് വലിയ സമാധാനമായിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ചൊല്ലുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ സ്റ്റോപ്പാക്കാണ്ടേ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. എത്ര നമ്മൾ ചോദിച്ചാലും അതൊന്നും വെറുതെ ആകൂല. അതൊക്കെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമായിട്ട് പടച്ച റബ്ബ് നമുക്ക് തരും. ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ട. ലാ തഖ്നതു മിർ റഹ്മത്തില്ല. ഒരിക്കലും നമ്മൾ പടച്ച റബ്ബിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താണെങ്കിലും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.